നമസ്കാരം. നിലവിലെ IPL ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കൂടാതെ ലേലത്തിന് മുൻപ് 6 കളിക്കാരെ നിലനിർത്തിയ ഫ്രാഞ്ചൈസികളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ്. ഈ കാരണത്താൽ തന്നെ ഈ മാസം 24, 25 തീയതികളിലായി നടക്കാനിരിക്കുന്ന മെഗാലേലത്തിൽ RTM കാർഡ് ഓപ്ഷൻ അവർക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അടക്കം യുവതാരങ്ങൾ ഉൾപ്പെടുന്ന കോർ ഗ്രൂപ്പിനെ റോയൽസ് നിലനിർത്തി എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം. പുതിയ സീസണിലും സഞ്ജു തന്നെ ടീമിനെ നയിക്കുമ്പോൾ ഒപ്പം യശസ്വി ജയ്സ്വാൾ, റയാൻ പരാഗ്, ധ്രുവ് ജുറേൽ എന്നിവരും കൂടെ തന്നെ ഉണ്ടാകും. റോയൽസ് കൈവിടാതിരുന്ന ഏക വിദേശ താരം വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ ബാറ്റർ ഷിംറോൺ ഹെറ്റ്മെയർ ആണ്. അൺക്യാപ്ഡ് താരങ്ങളുടെ കാറ്റഗറിയിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ സന്ദീപ് ശർമ്മയെയും റോയൽസ് നിലനിർത്തിയിട്ടുണ്ട്. ലേലത്തിൽ ഇനി 41 കോടി രൂപയാണ് റോയൽസിന്റെ പേഴ്സിൽ ബാക്കിയുള്ളത്. ഈ തുക ഏറ്റവും നന്നായി വിനിയോഗിക്കുക എന്നതായിരിക്കും അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ച്. ലേലത്തിൽ റോയൽസ് വിവിധ കാറ്റഗറികളിലായി നോട്ടമിടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നോക്കാം. മാർക്കി താരങ്ങളായി 2 പേരെ ആയിരിക്കും മെഗാലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് പ്രധാനമായും നോട്ടമിട്ടേക്കുക. ഒരാൾ മുൻ താരവും ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററുമായ ജോസ് ബട്ട്ലറാണ്. കഴിഞ്ഞ തവണ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളും ഇന്ത്യൻ സ്റ്റാർ സ്പിന്നറുമായ യുസ്വേന്ദ്ര ചാഹലാണ് റോയൽസ് റാഞ്ചാനിടയുള്ള രണ്ടാമത്തെ ആൾ. 2018 മുതൽ റോയൽസ് ബാറ്റിംഗിലെ നെടും തൂണാണ് ബട്ട്ലർ. പക്ഷെ ലേലത്തിൽ അദ്ദേഹത്തെ മോഹവില കൊടുത്ത് തിരികെ വാങ്ങാൻ റോയൽസിന് സാധിക്കുമോ എന്നത് സംശയമാണ്. 15 കോടി രൂപയ്ക്ക് മുകളിൽ ബട്ട്ലർക്ക് ലഭിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ഇത്ര വലിയ തുക മുടക്കാൻ റോയൽസ് തയ്യാറാകുമോ എന്നത് സംശയകരമാണ്. ചാഹലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2022 മുതൽ റോയൽസിനായി കളിക്കുകയും തകർപ്പൻ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുള്ള ബൗളറാണ്. പക്ഷേ ലേലത്തിൽ അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടായേക്കും. 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ചാഹലിന്റെ വില ഉയർന്നാൽ റോയൽസ് പിന്മാറാൻ തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. ഇനി രാജസ്ഥാന്റെ ബോളിംഗ് യൂണിറ്റിലേക്ക് വന്നാൽ, രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിര അടുത്ത സീസണിലേക്ക് സെറ്റായി കഴിഞ്ഞു. പക്ഷെ ബോളിംഗിൽ അവർക്ക് നല്ലൊരു യൂണിറ്റിനെ ഇനിയും കെട്ടിപ്പടുക്കേണ്ടതായി ഉണ്ട്. സന്ദീപ് ശർമ്മ മാത്രമാണ് നിലവിലെ ടീമിലുള്ള ഏക ബൗളർ. മികച്ചൊരു വിദേശ ബൗളറെ ലേലത്തിൽ അവർക്ക് വാങ്ങിയേ തീരൂ. പേസർമാരിൽ ട്രെന്റ് ബോൾട്ടർ, നാൻഡ്രെ ബർഗർ, മുഹമ്മദ് ഷമി, കഗീസോ റബാദ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, ആവേശ് ഖാൻ, ജോഷ് ഹേസൽവുഡ എന്നിവരെയാകും റോയൽസ് പ്രധാനമായും നോട്ടമിട്ടേക്കുക. തങ്ങളുടെ മുൻ താരമായ കിവി പേസർ ബോൾട്ടിനെ തിരികെ വാങ്ങാൻ റോയൽസിന് തീർച്ചയായും താല്പര്യം കാണും. ബോൾട്ടിനെ കിട്ടിയില്ല എങ്കിൽ റബാദയ്ക്കായി റോയൽസ് വല വീശിയേക്കും. സ്പിൻ ബോളിംഗിലേക്ക് വന്നാൽ അശ്വിൻ, പീയൂഷ് ചൗള, രാഹുൽ ചാഹർ, ആദം സാംബ, വാനന്ദു ഹസരംഗ, ആദിൽ റഷീദ്, നൂർ അഹമ്മദ, അതുപോലെ തന്നെ അല്ല ഗസൻഫർ, മുജീബുർ റഹ്മാൻ എന്നിവരാകും റോയൽസ് ലക്ഷ്യമിടുന്ന ലിസ്റ്റിലുള്ള മറ്റു താരങ്ങൾ. മികച്ച ഓൾറൗണ്ടർമാരെയും മെഗാലയത്തിൽ രാജസ്ഥാൻ നോട്ടമിടുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ താരങ്ങളിൽ സാം കരൺ, മാർക്കോ യാൻസൺ, ജെറാൾഡ് കോട്സി എന്നിവർ അവർക്ക് മികച്ച ഓപ്ഷനുകളായി മുന്നിലുണ്ട്. ഇവരിൽ ഒരാളെ ടീമിലെത്തിക്കാനായാൽ അത് റോയൽസിന് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സീം ബോളിംഗ് ഓൾറൗണ്ടറെ മാത്രമല്ല, ഒരു ഇന്ത്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറെ കൂടി റോയൽസിന് ആവശ്യമുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ, കൃണാൽ പാണ്ഡ്യ, തനിഷ് കോട്ടിയാൻ, സായ് കിഷോർ, മാനവ് സൂദർ എന്നിവരെല്ലാം മികച്ച ഓപ്ഷനുകളാണ് രാജസ്ഥാന് മുന്നിൽ. എന്തായാലും കാത്തിരുന്ന് കാണാം 2025 രാജസ്ഥാൻ റോയൽസിന്റെ ടീമിന്റെ ഘടന എങ്ങനെയാകും, അതിലൂടെ അവർക്ക് കപ്പിലേക്ക് എത്താൻ സാധിക്കുമോ. എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ് അവരുടെ കപ്പ്. സഞ്ജുവിന്റെ കീഴിൽ ഒരു പ്രാവശ്യം കപ്പിനും ചുണ്ടിനുമിടയിൽ ആ ഒരു ഇടം നഷ്ടമായിരുന്നു. എന്നാൽ ഇത്തവണ ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ഉള്ള മാറ്റങ്ങളാണ് രാജസ്ഥാൻ പ്രധാനമായും ഇപ്പോൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.